ഇപ്പോൾ നിലവിൽ പുതുതായിട്ട് നമ്മൾ വാങ്ങുന്ന എല്ലാ ആൻഡ്രോയിഡ് മൊബൈലിലും, അതായത് ഭൂരിഭാഗം ആൻഡ്രോയിഡ് മൊബൈലിലും കോൾ റെക്കോർഡിംഗ് സംവിധാനം കാണുന്നുണ്ട്. എന്നാൽ ഗൾഫിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ആൻഡ്രോയിഡ് മൊബൈലിൽ ഒന്നും തന്നെ കോൾ റെക്കോർഡിംഗ് സംവിധാനം കാണുന്നില്ല. അതേ മോഡൽ മൊബൈൽ നമ്മൾ നാട്ടിൽ വന്ന് വാങ്ങിയാലോ അതിൽ കോൾ റെക്കോർഡിംഗ് സംവിധാനം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞാൻ വിശദമായിട്ട് പറയാം. പക്ഷേ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചല്ല. അതായത് നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോൾ റെക്കോർഡിംഗ് സംവിധാനം ഉള്ള മൊബൈലിൽ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കോൾ റെക്കോർഡിംഗ് ആകുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. പക്ഷേ റെക്കോർഡ് ചെയ്ത ആ ഒരു ഫയൽ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഫയൽ മാനേജറിലില്ല, ഗാലറിയിൽ കാണുന്നില്ല, ഇതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഇനി കണ്ടുപിടിച്ചാലും അതെങ്ങനെ ഗാലറിയിൽ കൊണ്ടുവരാം എന്നൊക്കെ പല ആളുകളും സംശയം ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. അറിയാത്തവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സാധാരണ കോൾ ചെയ്യുന്ന ആ ഒരു ഭാഗം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോളുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ഒരുപാട് കോളുകൾ റെക്കോർഡായിട്ടും ഉണ്ടാകും. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് കാണുന്നില്ല. ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ കോൾ റെക്കോർഡിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ റെക്കോർഡിംഗ് ഫയലുകളൊന്നും തന്നെ ഇവിടെ കാണുന്നില്ല. പക്ഷേ ഇവിടെ കോൾ റെക്കോർഡിംഗ് ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. എത്ര റെക്കോർഡിംഗ് വന്നിട്ടുണ്ട് അതൊക്കെ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. ഓക്കെ, ഇവിടെയൊന്നും ആ ഒരു ഫയൽ കാണുന്നില്ല. ഇതിനോടനുബന്ധിച്ച് ഒരു അടിപൊളി സംഭവം കൂടി നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെ താഴെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇത് ഞാനിപ്പോൾ എനേബിൾ ചെയ്തതാണ്, പ്ലേ ഓഡിയോ ട്യൂൺ എന്ന ഭാഗം. നേരത്തെ ഇത് ഓഫിലായിരുന്നു. അങ്ങനെ ഓഫിലാകുമ്പോൾ നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. അതായത് യുവർ കോൾ ഹാസ് ബീൻ റെക്കോർഡിംഗ് എന്ന് അവർക്ക് കേൾക്കും. ഇത് ഓൺ ചെയ്തിട്ട് ഇവിടെ എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ടിങ് എന്നുള്ള സൗണ്ട് മാത്രമാണ് കേൾക്കുക. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ഓഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു റെക്കോർഡിംഗ് ഫയലുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. നമ്മുടെ സോങ്ങുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി മൊബൈലിൻ്റെ ഒറിജിനൽ ഫയൽ മാനേജർ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അവിടെയും ഓഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സോങ്ങുകൾ മറ്റുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. കോൾ റെക്കോർഡ് ചെയ്ത ഫയലുകൾ ഇവിടെയും ഇല്ല. നമ്മൾ സാധാരണ കോൾ ചെയ്ത ആ ഒരു ഹിസ്റ്ററിയുടെ അകത്ത് തന്നെ ഈ ഒരു ഫയൽ ഉണ്ട്. ഇതാ ഈ ഓരോ കോൾ റെക്കോർഡ് ചെയ്ത മൈക്കിൻ്റെ ചിഹ്നം കാണുന്നുണ്ടേ, അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയലുകൾ അതിൻ്റെ അകത്തുണ്ട്. ആ മൈക്കിൻ്റെ ചിഹ്നം കാണുന്നതൊക്കെ റെക്കോർഡ് ചെയ്തതാണ്. ആ ഒരു നമ്പറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അവിടെ റെക്കോർഡ് ചെയ്ത ആ ഒരു സംഭവം കാണാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്ലേ ചെയ്യാം. ലൗഡ് സ്പീക്കറിൽ മറ്റുമൊക്കെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഷെയറിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഷെയറിൻ്റെ ഐക്കൺ ഉണ്ട്. ഷെയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഗൂഗിളിൻ്റെ ഫയൽ മാനേജർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത ഉടനെ തന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ആ ഒരു റെക്കോർഡിംഗ് ഫയൽ വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് പ്ലേ ചെയ്യാം. ലൗഡ് സ്പീക്കറിൽ തന്നെ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ജസ്റ്റ് ബാക്ക് വന്നിട്ട് അതേ ഫയൽ മാനേജർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഓഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ആ ഫയൽ വന്നിട്ടുണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ ആ ഒരു ഒറിജിനൽ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഓഡിയോ എന്ന ഭാഗത്ത് ആ ഒരു ഫയൽ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോൾ റെക്കോർഡ് ചെയ്ത ഫയലുകളൊക്കെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുക. അതുപോലെ തന്നെ ഫയൽ മാനേജറിൽ അല്ലെങ്കിൽ ഗാലറിയിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കൊണ്ടുവരാനും സാധിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡിൻ്റെ പഴയ മൊബൈലാണ്, അതിൽ കോൾ റെക്കോർഡിംഗ് സംവിധാനം ഇല്ല എങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പരീക്ഷിക്കേണ്ടി വരും. ആപ്ലിക്കേഷൻ്റെ ലിങ്കും അതുപോലെ തന്നെ വീഡിയോ ലിങ്കും നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതിലൂടെ ആ വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങൾ അതുപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും കോൾ റെക്കോർഡിംഗ് എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.